ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന ബേസിക് സയൻസിൻ്റെ ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ. ആക്ടിവിറ്റി 1. സ്കിൻ ഈസ് വൺ ഓഫ് ദ സെൻസ് ഓർഗൻസ്. റൈറ്റ് ദ ഫങ്ഷൻസ് ഓഫ് ദ അതർ സെൻസ് ഓർഗൻസ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? പഞ്ചേന്ദ്രങ്ങളിൽ ഒന്നാണല്ലോ ത്വക്ക്. മറ്റ് പഞ്ചേന്ദ്രങ്ങളുടെ ധർമ്മം എഴുതി പട്ടിക പൂർത്തിയാക്കും. ആ ടേബിൾ നോക്കിയ മക്കളെ, ഫസ്റ്റ് സെൻസ് ഓർഗൻസ് അല്ലേ, ഇന്ദ്രിയങ്ങൾ. അടുത്തത് ഫങ്ഷൻസ്, ധർമ്മം. ഫസ്റ്റ് എന്താ? സ്കിൻ അല്ലേ, ത്വക്ക്. ത്വക്കിൻ്റെ ഫങ്ഷൻസ് എന്താ? ടച്ച് അല്ലേ, അതവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഐ. ഐൻ്റെ എന്തായിരിക്കും? കണ്ണിൻ്റെ ധർമ്മം. സൈറ്റ് അല്ലേ, കാഴ്ച. അടുത്തത് ഇയർ. ഇയറിൻ്റെ എന്തായിരിക്കും ധർമ്മം? ഹിയറിംഗ് അല്ലേ, കേൾവി. അടുത്തത് നോസ്, മൂക്ക്. മൂക്കിൻ്റെ എന്തായിരിക്കും? സ്മെല്ലല്ലേ, മണം. അടുത്തത് ടങ്, നാക്ക്. നാക്കിൻ്റെ എന്തായിരിക്കും? ടേസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രിപ്പയർ എ പോസ്റ്റർ റിലേറ്റഡ് ടു ദ ഹെൽത്ത് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ഐസ്. കണ്ണിൻ്റെ ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കത് നോക്കാം. ഈറ്റ് ഹെൽത്തി ഫുഡ് ഫോർ എ ഗുഡ് ഐസൈറ്റ്. അടുത്തത് ഡോണ്ട് ടച്ച് ഇൻസൈഡ് ദ ഐ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഡിവൈസ് ഈസ് യൂസ്ഡ് ടു സോൾവ് ഹിയറിംഗ് പ്രോബ്ലം. കേൾവിക്കുറവ് പരിഹരിക്കാനുള്ള ഉപകരണം ഏതാണ് മക്കളെ? ഹിയറിംഗ് എയ്ഡ് അല്ലേ. നെക്സ്റ്റ് ആക്ടിവിറ്റി 2. ഫ്യൂവൽസ് ആർ ദ സബ്സ്റ്റൻസ് ദാറ്റ് ലിബറേറ്റ് ഹീറ്റ് ഓൺ ബേണിംഗ്. ക്ലാസിഫൈ ദ ഫോളോയിങ് ഫ്യൂവൽസ് ബേസ്ഡ് ഓൺ ദർ സ്റ്റേറ്റ്. എന്താ പറഞ്ഞിരിക്കുന്നത്? കത്തുമ്പോൾ താപം പുറത്തുവിടുന്നവയാണല്ലോ ഇന്ധനങ്ങൾ. താഴെ കൊടുത്ത ഇന്ധനങ്ങളെ അവസ്ഥയ്ക്കനുസരിച്ച് കൂട്ടങ്ങളാക്കുക. ഫസ്റ്റ് ഡീസൽ, കോള്, കെറോസിൻ, ജെറ്റ് ഫ്യൂവൽ, LPG, കോക്കനട്ട് ഷെല്ല്. അപ്പം എന്തായിരിക്കും മക്കളെ വരിക? ആ ടേബിൾ നോക്കിയേ. ഫസ്റ്റ് എന്തായിരിക്കും? സോളിഡ് അല്ലേ, ഖരം. ഖരത്തിൽ പെടുന്നത് കോളും കോക്കനട്ട് ഷെല്ലും, കൽക്കരിയും ചിരട്ടയും അല്ലേ. അടുത്തത് ലിക്വിഡ്. ലിക്വിഡിൽ എന്തായിരിക്കും വരുക? ദ്രാവകത്തിലെയും കെറോസിൻ അല്ലേ, മണ്ണെണ്ണ. അടുത്തത് എന്തായിരിക്കും? ഡീസൽ. അടുത്തതോ ഗ്യാസ് അല്ലേ, വാതകം. LPG ആൻഡ് ജെറ്റ് ഫ്യൂവൽ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം ദ ഡിവൈസ് ദാറ്റ് കൺവേർട്ട് സോളാർ എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. നെയിം 2 ഡിവൈസ് ഇൻ വിച്ച് സോളാർ എനർജി ഈസ് യൂസ്ഡ്. എന്താ പറഞ്ഞിരിക്കുന്നത്? സൗരോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനത്തിൻ്റെ പേരെന്ത്? അപ്പം എന്തായിരിക്കും മക്കളെ? സോളാർ പാനലാണ് സൗരോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനം. അടുത്തത് നെയിം 2 ഡിവൈസസ് ഇൻ വിച്ച് സോളാർ എനർജി ഈസ് യൂസ്ഡ്. ഈ ഊർജം ഉപയോഗപ്പെടുത്തുന്ന ഏതെങ്കിലും 2 ഉപകരണങ്ങളുടെ പേരെഴുതുക. അപ്പം എന്തെല്ലാമായിരിക്കും മക്കളെ? കാൽക്കുലേറ്ററും സോളാർ സെല്ലും അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം ദ പ്ലേസ് ഇൻ കേരള വെർ വിൻഡ്മിൽ ഈസ് ഇൻസ്റ്റാൾഡ്. കേരളത്തിൽ കാറ്റാടി യന്ത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. കണ്ണൂർ, ഗുരുവായൂർ, ലക്കടി, രാമക്കൽമേട്. ഏതായിരിക്കും മക്കളെ? രാമക്കൽമേട് അല്ലേ. നെക്സ്റ്റ് ആക്ടിവിറ്റി 3. ചൂസ് ദ റോങ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ബിലോ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലാത്തത് ഏത്? ഫസ്റ്റ്, ആൻസ് ലിവ്സ് ആസ് എ കമ്മ്യൂണിറ്റി. സമൂഹമായി ജീവിക്കുന്നവയാണ് ഉറുമ്പുകൾ. അടുത്തത് ആൻസ് ഡു നോട്ട് ലേ എഗ്സ്. ഉറുമ്പുകൾ മുട്ടയിടാറില്ല. അടുത്തത് ആൻസ് ഗെറ്റ് പ്രൊട്ടക്ഷൻ ഫ്രം എനിമീസ്. ഉറുമ്പുകൾ ശത്രുക്കളിൽ നിന്നും സംരക്ഷണം നേടുന്നു. അടുത്തത് ആൻസ് കളക്ട് ഫുഡ്. ഉറുമ്പുകൾ ഭക്ഷണം ശേഖരിക്കും. അപ്പോൾ ഇതിലേതായിരിക്കും മക്കളെ റോങ് സ്റ്റേറ്റ്മെന്റ്? ബി അല്ലേ. ആൻസ് ഡു നോട്ട് ലേ എഗ്സ്. ഉറുമ്പുകൾ മുട്ട ഇടാറില്ല. അടുത്ത ക്വസ്റ്റ്യൻ. നെയിം അതർ 2 ടൈനി ക്രിയേച്ചേഴ്സ് എക്സ്പെക്ട് ആൻസ് വിച്ച് ലിവ് ഇൻ ഗ്രൂപ്പ്സ്. ഉറുമ്പുകൾ അല്ലാതെ സമൂഹമായി ജീവിക്കുന്ന 2 ചെറുജീവികളുടെ പേരെഴുതുക. അപ്പം എന്തെല്ലാമായിരിക്കും മക്കളെ? ഹണി ബീസ്, വാസ്, ക്രിക്കറ്റ്സ്, ടെർമൈറ്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് 2 റീസൺസ് വൈ വി കോൾ ദ ഫ്രോഗ് ആൻ ആംഫിബിയൻ. തവളയെ ഉഭയജീവി എന്ന് വിളിക്കാനുള്ള 2 കാരണങ്ങൾ എഴുതുക. അപ്പം എന്തെല്ലാമായിരിക്കും മക്കളെ? The first phase of their life cycle is completely in water. They have spine. When fully grown, amphibians can live both in water and on land.
നെക്സ്റ്റ് ആക്ടിവിറ്റി കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഫോസിൽ ഫ്യൂവൽസ്, ഫോസിൽ ഇന്ധനങ്ങൾ, നാച്ചുറൽ ഗ്യാസ് പ്രകൃതിവാതകം. അടുത്തത് എന്താ വരുക? ക്രൂഡ് ഓയിൽ അല്ലേ. അടുത്തതോ കോള് കൽക്കരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ടു ക്വാളിറ്റീസ് ഓഫ് എ ഫയർവുഡ് സ്റ്റവ്. വിറകടുപ്പിനുണ്ടായിരിക്കേണ്ട 2 ഗുണങ്ങൾ എഴുതുക. അപ്പോൾ എന്തെല്ലായിരിക്കും? ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ വെസൽ ആൻഡ് ദ ഹെർത്ത് ഷുഡ് ബി മിനിമൈസ്ഡ്. കീപ് ദ വെസൽസ് ക്ലോസ് വിത്ത് എ ലിഡ് ഡ്യൂറിങ് ഹീറ്റിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എനർജി സോഴ്സസ് ഡസ് നോട്ട് കോസ് എയർ പൊല്യൂഷൻ? വായുമലിനീകരണം ഉണ്ടാകാത്ത ഊർജ സ്രോതസ് ഏത്? പെട്രോൾ, സൺലൈറ്റ്, കോൾ, ഫയർവുഡ്. പെട്രോൾ, സൂര്യപ്രകാശം, കൽക്കരി, വിറക്. അപ്പോൾ ഏതായിരിക്കും മക്കളെ? സൺലൈറ്റ് അല്ലേ. നെക്സ്റ്റ് ആക്ടിവിറ്റി 5, റൈറ്റ് ദ നെയിം ഓഫ് ദ മിസ് ബേർഡ്. ഇതിൽ വിട്ടുപോയ ഭാഗത്തിൻ്റെ പേര് എഴുതുക. ഫസ്റ്റ് എഗ് മുട്ട, അടുത്തത് ലാർവ കുഴിയാന, അടുത്തത് എന്താ വരുക? പ്യൂപ്പ അല്ലേ. അടുത്തത് ആൻ ലയൺ ലേസ് തിങ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡസ് ദ അബവ് ഇല്ലുസ്ട്രേഷൻ ഇൻഡിക്കേറ്റ്? മുകളിൽ നൽകിയിരിക്കുന്ന ചിത്രീകരണം എന്തിനെ സൂചിപ്പിക്കുന്നു മക്കളെ? മെറ്റാമോർഫോസിസ് അല്ലേ, രൂപാന്തരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം എനി 2 ബട്ടർഫ്ലൈസ്. 2 ചിത്രശലഭങ്ങളുടെ പേരെഴുതുക. എന്തെല്ലായിരിക്കും? ബ്ലൂ ബട്ടർഫ്ലൈ ആൻഡ് വിലാസിനി അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ഹാംഫുൾ ടു അഗ്രികൾച്ചറൽ ക്രോപ്സ്? താഴെ നൽകിയിട്ടുള്ളവയിൽ കാർഷിക വിളകൾക്ക് ദോഷം ചെയ്യുന്ന കീടമേത്? ഏതായിരിക്കും മക്കളെ? യെല്ലോ സ്റ്റേം ബോറർ ലാർവ അല്ലേ, തണ്ടുതുരപ്പൻ പുഴു. നെക്സ്റ്റ് ആക്ടിവിറ്റി 6, ഒബ്സർവ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ദ അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ലീവ്സ്. ചിത്രം നിരീക്ഷിച്ച് ഇലകളുടെ വിന്യാസം എഴുതുക. ഫസ്റ്റ് പിക്ചർ നോക്കിയ മക്കളെ, അതെന്തായിരിക്കും? ഓൾട്ടർനേറ്റ് ഫിലോടാക്സി അല്ലേ. അടുത്തത് അവിടെ തന്നെ ഉണ്ട്, ഓപ്പോസിറ്റ് ഫിലോടാക്സി. അടുത്തത് എന്താ വരുക? റോൾഡ് ഫിലോടാക്സി അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് നീഡഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഫുഡ് ഇൻ പ്ലാന്റ്സ്? സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കാൻ വേണ്ട ആവശ്യ ഘടകങ്ങൾ ഏതെല്ലാമാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, സൺലൈറ്റ്, ക്ലോറോഫിൽ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പിഗ്മെന്റ് ഗിവ്സ് യെല്ലോ കളർ ടു ഫ്രൂട്ട്സ്? ഫലങ്ങൾക്ക് ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണകമേത്? സാന്തോഫിൽ അല്ലേ. നെക്സ്റ്റ് ആക്ടിവിറ്റി 7, ലൂക്കസ് ആസ്പെര. തുമ്പ ഈസ് എ പ്ലാന്റ് whose number is decreased due to the destruction of habitat. Write the names of any 2 habitat. എന്താ പറഞ്ഞിരിക്കുന്നത്? ആവാസം നശിക്കുന്നതിലൂടെ എണ്ണത്തിൽ കുറവ് വന്നുകൊണ്ടിരിക്കുന്ന സസ്യമാണ് തുമ്പ. ഏതെങ്കിലും 2 ആവാസങ്ങളുടെ പേര് എഴുതുക. അപ്പോൾ ഏതെല്ലായിരിക്കും മക്കളെ? പോണ്ട്, ഫോറസ്റ്റ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദ ഫോളോയിങ് പ്ലാന്റ്സ് ബേസ്ഡ് ഓൺ ദെയർ വീനേഷൻ. റൈറ്റ് സ്യൂട്ടബിൾ ടൈറ്റിൽസ്. സസ്യങ്ങളെ സ്ഥിരാവിന്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂട്ടങ്ങളാക്കുക. ഉചിതമായ തലക്കെട്ട് നൽകുക. കോക്കനട്ട് ട്രീ, ജാക്ക് ഫ്രൂട്ട് ട്രീ, മാംഗോ ട്രീ, ഷുഗർ കെയിൻ, പാഡി, ബാംബു. ഫസ്റ്റ് നോക്കിയേ, റെട്ടിക്കുലേറ്റ് വീനേഷൻ, പാഡി, കോക്കനട്ട്, മാംഗോ. നെക്സ്റ്റ് പാരലൽ വീനേഷനിൽ ബാംബു, ഷുഗർ കെയിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എ മോണോക്കോട്ട് പ്ലാന്റ്? ഏതായിരിക്കും മക്കളെ? കോക്കനട്ട് ട്രീ അല്ലേ. ഇത്രയൊക്കെയാണ് ഇന്ന് നടന്ന ബേസിക് സയൻസിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ മക്കളെ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം.